അപ്പോൾ മറ്റൊരു വീക്കെൻഡാണ്. ആക്ച്വലി ഞങ്ങൾ ദൂരയാത്ര എങ്ങും പോയില്ല. ഇതിപ്പോൾ എറണാകുളത്താണ് ഞങ്ങൾ. വൈഫിൻ്റെ വീട് ഇവിടെയാണ്, പെരുമ്പടപ്പ് എന്ന് പറയും, പള്ളുരുത്തിക്കടുത്ത്. അപ്പോൾ വേറെ അങ്ങനെ ട്രിപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വൈഫിൻ്റെ വക എന്നൊരു എന്താ പറയുക സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞത്, കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ എന്നാൽ പിന്നെ അത് ഇന്നത്തെ പരിപാടി ആക്കിക്കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ പുറത്ത് അടുപ്പ് കൂട്ടാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇന്ന് പുറത്ത് വെച്ചിട്ട് ഞങ്ങളുടെ തന്നെ മസാലയൊക്കെ കൂട്ടൊക്കെ തയ്യാറാക്കി ഞങ്ങളുടെ ഒരു കരിമീൻ പൊള്ളിച്ചതാവാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അതാണ് കാണാൻ പോകുന്നത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വീക്കെൻഡ് ഗെറ്റവേഴ്സ് വിത്ത് മീ ജീവ. മുളകുപൊടി ആവശ്യത്തിന്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി മതി മതി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഗരം മസാല, കരിമീൻ പൊള്ളിക്കാനുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു ഈ വെളുത്തുള്ളിയൊക്കെ കൂടെ മിക്സിയിൽ
തല്ലേ മഞ്ഞ പൊള്ളിച്ചെടുക്കാനുള്ളത് ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. നമ്മുടെ കരിമീൻ 3 പീസുണ്ട്. അതിൽ ഒരു വലിയ പീസ് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇതാണ് ലാസ്റ്റ് നമ്മൾ വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മസാല. നമ്മളത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കരിമീൻ ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്ത് ഒരു വാഴയില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ മസാല കണ്ടോ പൊള്ളിക്കാൻ വേണ്ടി റെഡിയാക്കാം. അത് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് പൊതിഞ്ഞ് മീൻ നമുക്ക് പൊതി കെട്ടി വെക്കാൻ പോവാണ്. നമ്മുടെ എണ്ണ ചൂടായത് കൊണ്ട് വാഴയിലയില കിഴി കിട്ടിയത് അതിനകത്തേക്ക് വെക്കുകയാണ്. കുറച്ച് നേരം ഒരു 20 മിനിറ്റ് അല്ലേ, 20 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. മറിച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇല വാടി അങ്ങ് പോകും. എടുത്ത പൊക്കി കയറി ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. വൈഫ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നതാണ്. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ഗാർണിഷൊക്കെ ചെയ്ത് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് നോക്കാം അല്ലേ, ആ ഒരു പുളിയും കൂടെ വരാൻ വേണ്ടി. ഓക്കെ, സൈഡിൽ നിന്നൊന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. മുകളിലെ മസാലയാണ് കൂടുതലായിട്ട് കിട്ടുന്നത്, ഫ്ലഷ് കിട്ടുന്നില്ല. കിട്ടി, മുള്ളില്ലാത്തൊരു ഭാഗം കിട്ടി. ആഹാ,
നല്ല എരിവുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടി എൻ്റെ വൈഫ് നല്ല എരിവിട്ടാണ് ചെയ്തിരിക്കുന്നത്. മസാലയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് മോന് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നല്ല എരിവുണ്ട്. ഒന്ന് കൊടുത്തു നോക്കിയാലോ? വാ മോനെ, കുറച്ച് തരാം. പറയണേ, ക്യാമറ നോക്കി എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടെ വേണോ? എരിവില്ലേടാ? ഒരു പീസും കൂടെ കൊടുക്കാം. എരിവില്ലെന്നാണ് ഞാൻ പറയുന്നത്, പക്ഷെ എനിക്കെരിവ് തോന്നി. എങ്ങനെയുണ്ട്? പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പം അവനെ കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ കരിമീൻ പൊള്ളിച്ചത്, ഇന്നത്തെ ഈ പരിപാടി അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ രുചി അനുഭവങ്ങളും കൂടുതൽ യാത്രകളൊക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ജീവൻ സൈനിങ് ഓഫ് വിത്ത് കരിമീൻ പൊള്ളിച്ചത്.